ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 2020 കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് തനിച്ചും കഴിക്കാം. ഇപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ഞാൻ ചെയ്തത് 2 മുട്ട അല്ലെങ്കിൽ നമുക്ക് 3 മുട്ടയാണെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് 2 നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ അത്ര നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് അടച്ചെടുക്കുക. അത് നമ്മൾ വിസ്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് പതപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല മതി, ഒരു 2 മിനിറ്റ് നമ്മൾ അരച്ചാൽ മതി. നല്ല പതപ്പതായിട്ട് കിട്ടും. ഇത്രയും പതപ്പ് വേണം, എന്നാലാണ് അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് അത് മെൽറ്റാവുമ്പോൾ പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം വലിയതാണെങ്കിൽ 1/4 ഭാഗം, അല്ലെങ്കിൽ നമുക്ക് 1/2 ഭാഗം പകുതി ക്യാപ്സിക്കം, പിന്നെ പകുതി ടൊമാറ്റോ അരിഞ്ഞ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് മാത്രം നമ്മളത് വേവിച്ചാൽ മതി. ഒരുപാട് സമയം വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കതൊന്ന് ഈക്വലായിട്ട് എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റൗവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇത് ചേർത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു തട്ട് പാത്രത്തിന് മേളിൽ വെച്ച് നമുക്കതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അത് പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം മെല്ലെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം നമുക്കൊന്ന് വെതറി കൊടുക്കാം. പിന്നെ അമൂലിൻ്റെ ചീസാണ്, അതൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ കൊത്തമല്ലി സോപ്പ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് സെറ്റ് ആവാനായിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.